അമ്മ പിരിപ്പിരി ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. ഇത് നമ്മളെ മോർണിംഗ് ഡിയേഴ്സ്, ഹാപ്പി സൺഡേ. ഇന്ന് സൺഡേത്തിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എണീച്ചോടാണ് എല്ലാവരുടെ വീട്ടിലും ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് പല്ല് നന്നായിട്ടൊന്ന് തേക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് എക്നെസ് ക്യാരറ്റ്, അതായത് ഈ ചൂട് സമയത്ത് എനിക്ക് കുറച്ച് പിമ്പിൾസ് എക്നൊക്കെ വരാറുണ്ട്. ആ സമയത്ത് എനിക്ക് ഇവർ എക്നൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയാണ് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്ഫുള്ളാണ്. ഞാൻ ലൈറ്റൊന്നും ഇല്ലാതെ തന്നെ കാണിക്കാം എൻ്റെ ആ ഒരു ഫേസിലുള്ള ഒരു എക്നൊക്കെ എങ്ങനെ കാണുന്നുണ്ടെന്നൊക്കെ. പിമ്പിൾസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ചിയ സീഡ്സ് വാട്ടറാണ് രാവിലെ കുടിക്കുന്നത്. രാവിലെ വെച്ച് കുടിക്കുന്നത് കൊണ്ട് ബോഡി ഹൈഡ്രേറ്റ് ചെയ്യണം. പിന്നെ ചിയ സീഡ്സ് നമ്മൾ വെയിറ്റ് എങ്ങനെ കുറക്കുന്നതെന്ന് വെച്ചാൽ ചിയ സീഡ്സിൽ കൂടുതലായിട്ട് ഹൈ ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഹൈ ഫൈബർ കണ്ടന്റ് ഉണ്ട്. കുറച്ച് നമ്മൾ വയറ് ഫുള്ളാവുന്ന രീതിയിൽ എപ്പോഴും ഫീൽ ആവാറുണ്ട്. എന്നും ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കും. സൺഡേ ആയതുകൊണ്ട് 10 മണിയായി എണീക്കുമ്പോൾ. പിന്നെ ഉമ്മ രാത്രി ഇങ്ങനെ പുണ്ടിയാണ്, അതായത് നമ്മുടെ നാട്ടിൽ മാംഗ്ലൂരിൽ പറയുന്നത് ഇതിന് പുണ്ടി എന്ന് പറയും, ഇല്ലെങ്കിൽ പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫിഷ് കറിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടായിരുന്നു രാത്രി കട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് രാവിലെ ഭയങ്കര ടേസ്റ്റായിരിക്കും. പിന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു പണിയെടുക്കാതെ ഡയറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഉമ്മ ഭയങ്കര പിരിപ്പിരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിശപ്പ് തടയാൻ പറ്റാതെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഞാനിത് കഴിച്ചുകൊണ്ട് ഉപദേശം. പണ്ട് കാലത്തിലൊക്കെ പെൺകുട്ടികൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ളൊരു ഉപദേശമായിരുന്നു. പിണ്ടി ഉണ്ടല്ലോ, മീൻസ് നമ്മളെ മാവ് ആവിൽ വരപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ കറിയിൽ ഇട്ടിട്ട് ഒരു 7 hours സോക്ക് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കോഴി അട ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ മീൻ ചാറിലാണ് ഇത് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. നമ്മളെ വീട്ടിലെല്ലാവരും കഴിക്കും, കുട്ടികളും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് ഈ ഒരു ഫുഡ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കോട്ടിൻ്റെ മുകളിൽ കുറച്ച് സോഫ സെറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ ഇട്ടപ്പോഴാണ് കുട്ടികൾക്ക് ഇതിൻ്റെ മുകളിൽ ഇരിക്കാനുള്ളൊരു കംഫർട്ട് ഇല്ലാത്തപ്പോൾ ഇതിന് ഭയങ്കര ഫൈറ്റായിരുന്നു, ഇരിക്കാൻ പറ്റില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മാൻ്റെ ഉപദേശം എങ്ങോട്ടും കേട്ടിരുന്നു കുട്ടികളെ വാഷ്. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്ന നമ്മളെ അവസ്ഥ ഇത് തന്നെ അല്ലേ, എല്ലാം സഹിക്കണം, എല്ലാം കേൾക്കണം. ഡിയർ ഫ്രണ്ട്സ്, കുട്ടികൾക്ക് ടി വി നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തൊക്കെ കുട്ടികളെ വിടാറില്ല. കുട്ടികളെ വിട്ടാൽ അറിയാലോ ഇപ്പോഴത്തെ ജനറേഷൻ മുമ്പത്തെ പോലെ ഒന്നല്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഇട്ട് കെയർ ചെയ്യണം. ഞാൻ ടി വി വെച്ച് കൊടുക്കും. ടി വിയിൽ ഞാൻ കൂടുതലായിട്ട് അവർക്ക് വയ്ക്കുന്നത് ഫിലിമോ അങ്ങനത്തതൊന്നല്ല കേട്ടോ, കാർട്ടൂണാണ്. അതായത് ഇംഗ്ലീഷൊക്കെ അവർക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റാവുന്ന കാർട്ടൂണാണ്. കിക്കി അമ്മിയമ്മയോ ബ്ലിപ്പി, പിന്നെ എഡ്യൂക്കേഷണൽ സോങ് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും. എൻ്റെ വലിയ മോന് 6 years ആണ്, ചെറിയ മോനോ 3 years ആയിട്ടുള്ളൂ. അപ്പോൾ അവർ രണ്ടാലും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടൊന്നല്ല, ഞാൻ അവരോട് മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ പഠിച്ചതൊക്കെ ഇവർ ടി വി നോക്കിയിട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്. പക്ഷേ 3 വയസ്സുള്ള മോനും 6 വയസ്സുള്ള മോനും രണ്ടാളും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വലിയ മോന് സ്കൂളിലൊക്കെ പോയാൽ ഞാൻ ചെറിയ മോനക്ക് വെച്ച് കൊടുക്കുന്നത് ABCD ഒക്കെ റൈംസ് ഉണ്ടാവില്ല, സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനക്കിപ്പോൾ അവന് സ്കൂൾ നഴ്സറി ഒന്നും പോവാതെ തന്നെ A to Z വരെ അവനക്ക് സ്പെല്ലിങ്സ് അറിയാം. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ മൂന്ന് സാധനങ്ങളാണ് എൻ്റെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് നിർബന്ധമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസിലേക്ക് റോസ് വാട്ടറാണ്. ರೋಸ್ ವಾಟರ್ ಎಕ್ಸೆಸ್ ಆಯಿಲನ್ನು ರಿಮೂವ್ ಮಾಡೋಕ್ಕೆ ಹೆಲ್ಪ್ ಮಾಡುತ್ತೆ. റോസ് വാട്ടർ എക്സസ് ഓയിൽ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് ഇത്തിരി നമ്മളെ എക്സ്പെൻസീവ് വളരെ കുറഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ റോസ് വാട്ടർ ടോണറാണ് യൂസ് ചെയ്യേണ്ടത്. വളരെ എഫക്റ്റീവാണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്.
എക്നെ ആവട്ടെ പിമ്പിൾസൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യാം. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ എനിക്ക് 2 പിമ്പിൾസും അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ കുറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ മായനെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ആ ചൂട് സമയത്താണ് എക്നെ പിമ്പിൾസൊക്കെ വരുന്നത്. ഇത് 2 എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഇവിടെ അടുത്തുള്ള ഉല്ലാൽ ദർഗയിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ കിട്ടുമല്ലോ ഇങ്ങനത്തെ സുറുമ. അപ്പോൾ ഈ ഒരു സുറുമ ഇത് കഴിഞ്ഞിട്ടില്ല, പുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിയാത്ത സുറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സുറുമ റെഗുലറായിട്ട് കൺമഷി യൂസ് ചെയ്തിട്ട് ഒരു ദിവസം കൺമഷി ഇടാതെ ഇരുന്നാലാണ് ആകെ ബോറാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് കൺമഷി ഇട്ടിട്ട് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹാർവെസ്റ്റിൻ്റെ ലിപ് ബാം ആയിട്ടാണ്. ഇത് നാച്ചുറൽ ഹാർവെസ്റ്റിൻ്റെ ലിപ്പാണ് കേട്ടോ, ഗ്രീൻ ടീൻ്റെത്. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലിപ് ബാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഡാർക്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. അതായത് ഡാർക്ക് ബ്രൗൺ കളറുള്ള ഒരു ലിപ്സ്റ്റിക്ക്, നമ്മൾ ബ്രാൻഡ് അല്ലാത്ത ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ലിപ് ബാമും പിന്നെ ഒരു വീക്ക്ലി 2 times സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഷോർട്ടിലൂടെ ഞാൻ വീഡിയോ കാണിച്ചു. കുട്ടികളുണ്ടല്ലോ, കുറച്ച് മേക്കപ്പ് ഐറ്റംസ് കൈക്ക് കിട്ടിയാൽ മതി, അപ്പോൾ തന്നെ അത് വരച്ച് ലിപ്പിനും അതിനും ഇതിനൊക്കെ ഫുള്ള് സ്പ്രെഡാക്കി വയ്ക്കും. ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുമെന്ന് നോക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ എന്താക്കിയും പെട്ടെന്ന് ബ്യൂട്ടി പ്രോഡക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കണ്ണ് എവിടെ പോയി. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ. ഞാൻ വെളുത്തുള്ളി ഉണ്ടാവാറ് മറന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് ലീവ് ആയതുകൊണ്ട്, സൺഡേ ക്രിസ്മസ് ലീവ് ഉള്ളത് കൊണ്ട് കുട്ടികൾ ഭയങ്കര ഇറിറ്റേഷനാണ്, കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളൊരു 7 kilometer അടുത്താണ് കേട്ടോ ഇവരത് നമ്മളെ ബീച്ചുള്ളത്. 7 kilometer അടുത്താണ് കേട്ടോ ബീച്ചുള്ളത്. അപ്പോൾ ബീച്ചിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആയിട്ടുണ്ട്, ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഞാൻ എൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലോങ് ആവുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ. പിണ്ടി ഉണ്ടല്ലോ, മീൻസ് നമ്മൾ മാവ് ആവിൽ വരപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ കറിയിലിട്ടിട്ട് ഒരു 7 hours സോക്ക് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ കോഴി അട ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ മീൻ ചാറിലാണ് ഇത് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട കേട്ടോ. നമ്മളെ വീട്ടിലെല്ലാവരും കഴിക്കും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ഫുഡ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കോട്ടിൻ്റെ മുകളിൽ കുറച്ച് സോഫ സെറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ ഇട്ടപ്പോഴാണ് കുട്ടികൾക്ക് ഇതിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള ഒരു കംഫർട്ട് ഇല്ലാത്തപ്പോൾ ഇതിന് ഭയങ്കര ഫൈറ്റായിരുന്നു, ഇരിക്കാൻ പറ്റില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മാൻ്റെ ഉപദേശം എങ്ങോട്ടും കേട്ടിരുന്നു, കുട്ടികളെ വാഷു. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്ന നമ്മളെ അവസ്ഥ ഇത് തന്നെ അല്ലേ, എല്ലാം സഹിക്കണം, എല്ലാം കേൾക്കണം. ഡിയർ ഫ്രണ്ട്സ്, കുട്ടികൾക്ക് TV നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തൊക്കെ കുട്ടികളെ വിടാറില്ല. കുട്ടികളെ വിട്ടാൽ അറിയാമല്ലോ, ഇപ്പോഴത്തെ ജനറേഷൻ മുമ്പത്തെ പോലെ ഒന്നല്ല. അപ്പോൾ കുട്ടികളെ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഇട്ട് കെയർ ചെയ്യണം. ഞാൻ TV വെച്ച് കൊടുക്കും. TV-യിൽ ഞാൻ കൂടുതലായിട്ട് അവർക്ക് വയ്ക്കുന്നത് ഫിലിമോ അങ്ങനത്തതൊന്നല്ല കേട്ടോ, കാർട്ടൂണാണ്. അതായത് ഇംഗ്ലീഷൊക്കെ അവർക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റാവുന്ന കാർട്ടൂണാണ്. കിക്കിയ മ്യൂ, ബ്ലിപ്പി, പിന്നെ എഡ്യൂക്കേഷണൽ സോങ് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും. എൻ്റെ വലിയ മോന് 6 years ആണ്, ചെറിയ മോനോ 3 years ആയിട്ടുള്ളൂ. അപ്പോൾ അവർ രണ്ടാലും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടൊന്നല്ല, ഞാൻ അവരോട് മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ പഠിച്ചതൊക്കെ ഇവർ TV നോക്കിയിട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്. 3 വയസ്സുള്ള മോനും 6 വയസ്സുള്ള മോനും രണ്ടാളും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വലിയ മോന് സ്കൂളിലൊക്കെ പോയാൽ ഞാൻ ചെറിയ മോനക്ക് വെച്ച് കൊടുക്കുന്നത് ABCD ഒക്കെ റൈംസ് ഉണ്ടാവില്ല, സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് സ്കൂൾ നഴ്സറി ഒന്നും പോവാതെ തന്നെ A to Z വരെ അവനക്ക് സ്പെല്ലിങ്സ് അറിയാം. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ മൂന്ന് സാധനങ്ങളാണ് എൻ്റെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് നിർബന്ധമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസിലേക്ക് റോസ് വാട്ടറാണ്. ರೋಸ್ ವಾಟರ್ ಎಕ್ಸೆಸ್ ಆಯಿಲನ್ನು ರಿಮೂವ್ ಮಾಡೋಕ್ಕೆ ಹೆಲ್ಪ್ ಮಾಡುತ್ತೆ.
റോസ് വാട്ടർ എക്സസ് ഓയിൽ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് ഇത്തിരി നമ്മളെ എക്സ്പെൻസീവ് വളരെ കുറഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ റോസ് വാട്ടർ ടോണറാണ് യൂസ് ചെയ്യേണ്ടത്. വളരെ എഫക്റ്റീവാണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. എക്നെ ആവട്ടെ പിമ്പിൾസ് ഒക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യുക. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ എനിക്ക് 2 പിമ്പിൾസും അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ കുറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ മായണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ആ ചൂട് സമയത്താണ് എക്നെ പിമ്പിൾസ് ഒക്കെ വരുന്നത്. ഇത് 2 എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഇവിടെ അടുത്തുള്ള ഉള്ളാൽ ദർഗയിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ കിട്ടുമല്ലോ ഇങ്ങനത്തെ ഉള്ള സുറുമ. അപ്പോൾ ഈ ഒരു സുറുമ ഇത് കഴിഞ്ഞിട്ടില്ല, പുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിയാത്ത സുറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സുറുമ റെഗുലറായിട്ട് കൺമഷി യൂസ് ചെയ്തിട്ട് ഒരു ദിവസം കൺമഷി ഇടാതെ ഇരുന്നാലാണ് ആകെ ബോറാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് കൺമഷി ഇട്ടിട്ട് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹാർവെസ്റ്റിൻ്റെ ലിപ് ബാം ആയിട്ടാണ്. ഇത് നാച്ചുറൽ ഹാർവെസ്റ്റിൻ്റെ ലിപ്പാണ് കേട്ടോ, ഗ്രീൻ ടീൻ്റെത്. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലിപ് ബാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഡാർക്ക് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. അതായത് ഡാർക്ക് ബ്രൗൺ കളറുള്ള ഒരു ലിപ്സ്റ്റിക്ക്, നമ്മൾ ബ്രാൻഡ് അല്ലാത്ത ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ലിപ് ബാമും പിന്നെ ഒരു വീക്ക്ലി 2 ടൈംസ് സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഷോർട്ടിലൂടെ ഞാൻ വീഡിയോ കാണിച്ചു. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ. ഞാൻ വെളുത്തുള്ളി ഉണ്ടാവാറ് മറന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് ലീവ് ആയതുകൊണ്ട്, സൺഡേ ക്രിസ്മസ് ലീവ് ഉള്ളത് കൊണ്ട് കുട്ടികൾ ഭയങ്കര ഇറിറ്റേഷനാണ്, കച്ചലും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളൊരു 7 കിലോമീറ്റർ അടുത്താണ് കേട്ടോ ഇവരത് നമ്മളെ ബീച്ചുള്ളത്. 7 കിലോമീറ്റർ അടുത്താണ് കേട്ടോ ബീച്ചുള്ളത്. അപ്പോൾ ബീച്ചിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആയിട്ടുണ്ട്, ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഞാൻ എൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലോങ് ആവുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ.